ഇന്ന് നേരം വെളുക്കുമ്പോഴത്തേക്കും ഈ പറമ്പിൽ ഒരു സാധനം ഉണ്ടാകില്ല. തെങ്ങും പ്ലാവും വാഴയെല്ലാം നശിച്ചു പോയിട്ടുണ്ടാകുന്ന രീതിയിൽ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത്. കാരണം ഇന്നലെ ഞങ്ങളുടെ ഇവിടെ ഒരു സൈക്ലോൺ ഉണ്ടാകും, ചുഴലിക്കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി വെളുപ്പിനെപ്പോഴും അടിക്കുമെന്നും പറഞ്ഞിട്ടാണ് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ കണ്ടത്. അങ്ങനെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. വീടിന് പുറത്തുള്ള സാധനങ്ങളെല്ലാം ഞങ്ങളെടുത്ത് അകത്ത് വെക്കും. കാരണം സൈക്ലോണൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം പറന്നു പോയി മറ്റുള്ള വീടുകളുടെ മുകളിലൊക്കെ പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ലൂസായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഗാർഡൻ ഷെഡിനകത്ത് വെച്ചു. അല്ലാതെ കുറേയൊക്കെ പെരയ്ക്കകത്ത് വെച്ചിട്ട് ഗ്യാരേജിനകത്ത് വെച്ചിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയത് തന്നെ. പക്ഷേ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ എല്ലാ സൈക്ലോൺ അടിച്ചു. ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ താഴെ മാറിയിട്ടാണ് സൈക്ലോൺ അടിച്ചത്. പക്ഷേ എന്നാലും കരയിലേക്ക് അടുത്തപ്പോഴത്തേനും ഇതിൻ്റെ ശക്തിയെ കുറഞ്ഞു. കാറ്റഗറി 2 ആയിരുന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ കാറ്റഗറി 1 കണ്ടായപ്പോഴാണ് കരയിലേക്ക് എന്നാണ് ഞാൻ റിപ്പോർട്ട് കണ്ടത്. എനിവേ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൃഷികളൊന്നും പറ്റിയില്ല. ആപ്പാടെ ഒരു കറിവേപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി ഒന്നിനും ഒരു പ്രശ്നം പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സൈക്ലോൺ വീശിയപ്പോഴത്തേക്ക് എൻ്റെ 3-4 തെങ്ങുകൾ ചെരിഞ്ഞു പോയിരുന്നു. പിന്നെ നല്ല പണിപ്പെട്ടിട്ട് തന്നെയാണ് അതിന് നേരെ വെച്ചത്. പക്ഷേ ഇപ്പം അവരെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ നിൽപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു സൈക്ലോൺ സീസൺ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റിയില്ല. ഒരു സൈക്ലോണും കൂടെ ഇവിടെ അടിക്കാതെ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റും. സൈക്ലോൺ സീസൺ ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ വരെ എങ്ങാണ്ടാണ്. നവംബർ തൊട്ട് ഏപ്രിൽ വരെ എങ്ങാണ്ട് നമുക്കിവിടെ സൈക്ലോൺ സീസണാണ്. ഞങ്ങളുടെ ടൗൺസിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഫ്ലഡിങ്ങും ആ സമയത്ത് സംഭവിക്കാം. ഇവിടെ 2 പ്രാവശ്യം കഴിഞ്ഞ് ഞങ്ങൾ വന്നേ പിന്നെ ഞങ്ങൾ 13 വർഷം ഇവിടെ വന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ 2 പ്രാവശ്യം ഫ്ലഡിങ് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നല്ല സിവിയർ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഫ്ലഡ് വരാറില്ല. അതുകൊണ്ട് അത്ര പ്രശ്നങ്ങളില്ല. പക്ഷേ സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ നല്ല പ്രശ്നങ്ങളാണ്. വരാതെ ഇപ്രാവശ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി അടുത്ത വർഷങ്ങളിലും അങ്ങനെ വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. താങ്ക് യു.